ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന ലളിതമായ ഒരു കാര്യം ആര് ചെയ്താലും അവർക്ക് ലക്ഷക്കണക്കിന് സമ്പത്ത് ലഭിക്കുമെന്ന് മാത്രമല്ല, അത് വീണ്ടും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ലക്ഷ്മി ദേവി ഒരിക്കലും അവരെ കൈവിടുകയില്ല. ഒന്ന് ലളിതമായൊരു കാര്യം ഒന്ന് ചെയ്തു നോക്കുക. വലിയ വലിയ ലക്ഷങ്ങൾ മുടക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല, ലളിതമായ ഒരു കാര്യമാണ്. ഒന്ന് ചെയ്ത് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഹൃദയത്തിൽ തട്ടിയാ പറയുന്നത്. ചെയ്തവർക്കെല്ലാം വലിയ സമ്പന്നന്മാരായവരുണ്ട്, വലിയ ഭഗവാന്റെ മുന്നേ എന്നാ പറയുന്നത്. അതായത് നിത്യവൃത്തിക്ക് പോലും നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടിയവർ ഇന്ന് ധാരാളം ഭൂമി, വീട്, സമ്പത്ത്, ലക്ഷക്കണക്കിന് ലക്ഷാധിപന്മാരായി ജീവിക്കുന്നവരുണ്ട്. ഈ കാര്യം പറഞ്ഞ് ചെയ്ത് ഭഗവാന്റെ മുന്നേ വെച്ചാ പറയുന്നത്. എനിക്ക് അപ്പുറം ഒരു കാര്യമില്ല. അതാ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. അത് നിങ്ങളുടെ തലയിലെടുത്ത് തന്നെ മാറ്റും. ക്ഷമയോടെ മുഴുവൻ കാണാൻ ശ്രമിക്കണം. ഒരു 10 മിനിറ്റ് അല്ലേ, 15 മിനിറ്റ് അല്ലേ, 20 മിനിറ്റ് ആയിക്കോട്ടെ, 24 മണിക്കൂറുള്ളതിൽ മുഴുവൻ കാണാൻ ശ്രമിക്കണം. ശ്രദ്ധയോടെ ഇത് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. ആ ചെയ്യുന്ന രീതിയുണ്ട്. ഞാനീ പറയുന്ന കാര്യം തമിഴ് സിദ്ധ ജ്യോതിഷത്തെ അടിസ്ഥാനപ്പെടുത്തി, DNA അസ്ട്രോളജി, കർമ്മ രഹസ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആ രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ലളിതമായ കാര്യമാണ് പറയുന്നത്. തമിഴ് സിദ്ധ ജ്യോതിഷം അല്ല DNA അസ്ട്രോളജി എന്ന് വെച്ചാൽ കർമാസ് ബേസ. അപ്പോൾ അതിന് ചില രഹസ്യങ്ങളുണ്ട്. അത് എല്ലാവർക്കും അങ്ങനെ പഠിക്കാം. പക്ഷെ അത് ക്ലിക്കാകണം, അല്ലെ കൈകാര്യം ചെയ്യണമെങ്കിൽ സിദ്ധന്മാരുടെ അനുഗ്രഹം വേണം. അപ്പം ശൈവ പരമ്പരയിൽ ആ ശൈവ പരമ്പരയിലുള്ള ആ സിദ്ധ പുരുഷന്മാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അതിലെ കൈവയ്ക്കാനും അത് ജനോപകാരപ്രദമായ രീതിയിൽ പ്രയോഗിക്കാനും പറ്റത്തുള്ളൂ. അല്ലെ പഠിക്കാനൊക്കെ പറ്റും, അത് കഥയില്ല. അത് നമുക്ക് അതിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു ലളിതമായ കാര്യമാണ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. മുഴുവൻ മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ. അറ്റം മൂലം കണ്ടിട്ട് ചെയ്താൽ കാര്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഇനിയും ഞാനത് നിങ്ങൾ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരല്പം ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിലേക്ക് വരാം. കാരണം അതുകൂടെ പറയേണ്ട കാര്യമുണ്ട്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷ, ഹസ്തരേഖ, ഗൃഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പം ആവശ്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഇതൊക്കെ ചെയ്യുന്ന രീതി പറയും. ക്ഷേത്രത്തിലേക്കുള്ള ലളിതമായ വഴിപാടുകളും ഒരാൾക്ക് സ്വയം ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും പിന്നെ സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ രഹസ്യങ്ങളെ, ഏത് ക്ഷേത്രത്തിൽ പോകണം, എങ്ങനെ ഏത് സമയം പോകണം, ശരനൂൽ രഹസ്യങ്ങളെ, അത്തരം കാര്യങ്ങൾ, ഭദ്രകാളി രഹസ്യങ്ങൾ, അത് ഞാൻ പറയുന്നത് വേറെ ആരും പറഞ്ഞു തരത്തില്ല. ഞാൻ ആ ശൈവ പരമ്പരയുടെ ഭാഗമാണ്. അപ്പം നാഥ പരമ്പരയുടെ ഭാഗമാണ്. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. ആവശ്യമുള്ളവർ വിശകലനം ചെയ്യുക, അല്ലാത്തൊരു വിശകലനം ചെയ്യേണ്ട. ആവശ്യമുള്ളവർ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ഇതാണ് സാഹചര്യം. ഇനിയും ഞാൻ ഈ പറയാൻ പോകുന്ന ഈ രഹസ്യമായ ഈ തമിഴ് സിദ്ധ ജ്യോതിഷ അടിസ്ഥാനത്തിലുള്ള ഈ വിദ്യ നിങ്ങൾ മുഴുവൻ കേട്ടിട്ട് ചെയ്യണം. അത് നിങ്ങൾക്കത് നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഈ സംഭവം ചെയ്ത് ഇന്ന് ഒരു നേരത്തെ ആഹാരത്തിനല്ല, ഒരു നേരത്തെ കഴിയാൻ പോലും ബുദ്ധിമുട്ടായിരുന്നവർ ധാരാളം ഭൂമി, വീട്, സമ്പത്തൊക്കെ ആയിട്ട് ഇന്ന് ഞാൻ ഈ പറയുന്ന നിമിഷം ജീവിക്കുന്നവരുണ്ട്. ആ ഒരു വിദ്യ, ആ ഒരു ആ ചെയ്ത കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോയിലേക്ക് വരാം. മുഴുവൻ കാണാൻ ശ്രമിക്കണം. നാളെ വ്യാഴാഴ്ച, അതായത് 26-ാം തീയതി, നാളെ മാർച്ച് 26 2026. നാളെ ഞാൻ കാവാലം പള്ളിയറക്കാവ് ക്ഷേത്രത്തിൽ രാവിലെ ഒരു 7:30 8 മണിക്ക് ഇടയ്ക്ക് കാണും. അപ്പോഴവിടെ ഇത് ചില ആളുകൾ ഇന്നത് ചിലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ പറയുന്നത് ആ പരിസരത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, നേരിട്ട് നമുക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. അമ്മയുടെ തിരുസന്നിധി വെച്ച് എനിക്കറിയാവുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ, അങ്ങനൊന്നും വിചാരിക്കരുത്. എല്ലാ ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആവശ്യമുള്ളവർ, അല്ലെങ്കിൽ ആ കാവാലം പള്ളിയിറക്കാവമ്പലത്തിൽ 7-നും 8-നും ഇടയ്ക്ക് ഞാൻ കാണും. പെട്ടെന്ന് ഞാനിഞ്ഞ് പോരും കേട്ടോ, അതുകൊണ്ടായി പറയുന്നത്. ആവശ്യമുള്ളവർ എനിക്ക് അവിടെ ഒന്ന് പള്ളിയിറക്കാവിലമ്മയെ തൊഴണം. പിന്നെ അവിടെ ഭദ്രകാളി അമ്മയുണ്ട്, വേറെ വടക്കക്കുറ്റമ്മ, അമ്മയെ തൊഴണം. പിന്നെ കൃഷ്ണമഠത്തിൽ പോയി ഒന്ന് തൊഴണം, കൃഷ്ണനെ തൊഴണം. പിന്നെ അവിടെ ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റുവാണെങ്കിൽ എൻ്റെ ജാതകം എഴുതിയൊരു കണിയാട്ടിയുണ്ട്, ഭവാനി കണിയാട്ടി എന്ന് പറയും. അവർ മരിച്ചുപോയി എങ്കിലും ഞാൻ സ്മരിക്കുകയാണ്, ആ പാദങ്ങളെ സ്മരിക്കുകയാണ്.
44 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 43 വർഷങ്ങൾക്ക് മുമ്പ് അവർ ജാതകത്തിൽ എഴുതിയ എൻ്റെ കാര്യങ്ങൾ എനിക്ക് ഈ പൊന്നാടയും അതുപോലെ ഒരുപാട് ഉപകാരങ്ങളൊക്കെ കിട്ടുമെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം പുത്തങ്കാവ് അമ്പലത്തിൽ വെച്ച് തന്നെ പുത്തങ്കാവലമ്മയുടെ അനുഗ്രഹത്താൽ ഒരു ആദരവുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ എനിക്കൊരു നെറ്റിപ്പട്ടമൊക്കെ കിട്ടി, പൊന്നാട അണിയിച്ചു. എല്ലാം അമ്മയുടെ പാദത്തെ ഞാൻ സമർപ്പിച്ചിരിക്കുക, എല്ലാം അമ്മയുടെ അനുഗ്രഹമാണ്. അപ്പോൾ അത് പിന്നെ ശാസ്ത്രം അറിയുന്നവനായിരിക്കും എന്നും അവർ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ശാസ്ത്രങ്ങൾ, അത് ഫിസിക്സ് ആയിക്കോട്ടെ, അക്കൗണ്ടൻസി ആയിക്കോട്ടെ, അങ്ങനെയുള്ള ശാസ്ത്രങ്ങളും ഒരുപാട് ആഴത്തിൽ പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ സംഖ്യകളുടെ രഹസ്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ കുറെ പൈതഗോറസിന്റെ കുറെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അങ്ങനെ പഠിച്ചിട്ടുണ്ട്, ഈ ബികോം ഒന്നും കൂടാതെ തന്നെ. പിന്നെ പ്രാണായാമ രഹസ്യങ്ങൾ എനിക്ക് നേരിട്ട് അവധൂതനെ കാണാനും ആ അവധൂതനിൽ നിന്ന് ഒരു കാര്യങ്ങൾ ഒക്കെ അവിടെ നിന്ന് ആ ഒരു അനുഗ്രഹം കിട്ടാനും ഒക്കെ യോഗം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ക്രിയാകുണ്ടലിനി പ്രാണായാമം എന്ന രഹസ്യ പ്രാണായാമ വിദ്യ ഗുരുവിൽ നിന്ന് വിദ്യാമണ്ണം സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ശാസ്ത്രമാണ്. ആ പ്രാണന്റെ ആ ചലനം അതൊക്കെ ഗുരുവിൽ നിന്ന് നേരിട്ട് അറിയാൻ പറ്റിയിട്ടുണ്ട്. അത് അഗസ്ത്യ പരമ്പരയിൽ നിന്ന് വരുന്ന വിദ്യ. നിങ്ങൾ യൂട്യൂബിൽ അവിടെ ഇവിടെ കാണുന്ന അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ അതിനെക്കുറിച്ച് നല്ലതൊന്നും മോശമൊന്നും ഒന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ എനിക്കറിയില്ല അതേക്കുറിച്ച്. നമ്മൾ അറിഞ്ഞത് ഗുരുവിൽ നിന്നുള്ള ആ അഗസ്ത്യ പരമ്പര എന്നുള്ള ആ രഹസ്യ പ്രാണായാമ വിദ്യ, ക്രിയാ കുണ്ടലി പ്രാണായാമം, അത്തരം ശാസ്ത്രങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ട്. പൂജയിലേക്ക് ആഴത്തിലേക്ക് ആ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാനും പൂജാകാര്യങ്ങളെ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാനും അതുപോലെ ക്ഷേത്രങ്ങളുടെ ആ തന്ത്രങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനും ഇങ്ങനെ വിവിധ ശാസ്ത്രങ്ങൾ, ഹസ്തരേഖാ ശാസ്ത്രമായിക്കോട്ടെ ഒക്കെ ആഴത്തിൽ മനസ്സിലാക്കാൻ ഇപ്പം ഞാൻ കശ്യപ ജാതകത്തിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രഹസ്യമാണ് കശ്യപ ജാതകം എന്ന് പറയുന്നത്. കശ്യപ മഹർഷിയുടെയാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പലർക്കും പറഞ്ഞു. എനിക്ക് വേണ്ടിയല്ല ഇതൊന്നും പഠിക്കുന്നത്. അത് പഠിക്കാൻ എന്ന് പറഞ്ഞാൽ അത് ഈശ്വര നിശ്ചയമാണ്. അതാ കണിയായിട്ട് ജാതകത്തിൽ എഴുതി വെച്ചാൽ 43 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അവരെ കണ്ട് അവരുടെ ഫോട്ടോയിലെങ്കിലും ഒന്ന് വണങ്ങി ഒരു ദക്ഷിണം വെച്ചിട്ട് പോരണമെന്ന് വിചാരിക്കുന്നു നാളെ കാവാലത്ത് പോകുമ്പോൾ. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. എല്ലാം ഈശ്വരന്റെ പാദങ്ങളെ സമർപ്പിക്കുന്നു. അതുപോലെ ശിവരാജയോഗം, അഗസ്ത്യരുടെ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചു. അതൊക്കെ ശാസ്ത്രമാണ്. ഞാൻ ഒരാളുടെ എന്നല്ല, ഒരു ചെറിയൊരു അനുഭവമാണ്. 10,000 ലക്ഷക്കണക്കിന് അനുഭവം ഉണ്ട്. പക്ഷെ ചെറിയൊരു കാര്യം, ഒരാൾ എനിക്ക് ജാതകം ഒരിക്കൽ എൻ്റെ അടുത്ത് നോക്കാൻ തന്നപ്പം ഞാൻ പറഞ്ഞു ആ വ്യക്തി നിയമം പഠിക്കും, അഡ്വക്കേറ്റ് ആവും എന്ന് പറഞ്ഞു. ഇത് ഈ നടന്ന് കഴിഞ്ഞല്ല, ഇത് അതിനു മുമ്പേ എത്രയോ നാളുകൾക്ക് മുമ്പാണ്. അപ്പൊ ആ വ്യക്തി കടകളിൽ നടന്ന് കണക്കെഴുതിക്കൊണ്ടിരിക്കുന്ന അപ്പൊ അദ്ദേഹത്തിന് തന്നെ ഭയങ്കര ചിരിയായിരുന്നു. പിന്നെ ഇന്ന് വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഇപ്പൊ ഹൈക്കോടതി വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തു. അത് നടന്നു. പക്ഷേ എനിക്ക് അതിന് സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ ദൈവാനുഗ്രഹവും ഒക്കെ വേണം, സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വേറെ ഒരാളുടെ ഒരു കല്യാണത്തിന്റെ ഇപ്പം നോക്കത്തില്ല കല്യാണത്തിനെ പൊരുത്തം. നേരത്തെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഈ വിവാഹം അത്ര ഗുണകരമാകണമെന്നില്ല, അവർ ചേർന്ന് പോകണമെന്നില്ല. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴവരെന്നോട് പറഞ്ഞു അത് കുഴപ്പമില്ല, ഞങ്ങളിത് നടത്തുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചാൽ നമ്മൾ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ചേർന്ന് പോകാൻ പറ്റും. പക്ഷെ ചേർന്ന് പോകാൻ ഇച്ചിരി പ്രശ്നമുണ്ട്. അപ്പൊ ഞാനത് പറയാൻ കാര്യം, ലഗ്നാധിപൻ 6 നിൽക്കുന്നുണ്ട്. ഇന്നും ഞാൻ ഓർക്കുന്ന ആ ഗ്രഹനില വ്യക്തമായിട്ട് ഓർക്കുന്നില്ലെങ്കിൽ ലഗ്നാധിപൻ 6 നിൽക്കുന്നുണ്ട്. പാപഗ്രഹമാണെന്നാണ് എൻ്റെ ഓർമ്മ. ലഗ്നാധിപൻ 6 എന്നാൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. പലർക്കും പലതും പറയാം. ഞാൻ എൻ്റെ ഒരു ജ്യോതിഷം എൻ്റെ കൂടെ പഠിച്ച ഒരാളോട് ഞാൻ ചോദിച്ചൊരു അഭിപ്രായം, പുള്ളിയും പറഞ്ഞൊരു കുഴപ്പമില്ല. ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞില്ല. പക്ഷെ എൻ്റെ ഒരു നിഗമനം, ലഗ്നാധിപൻ 6 നിന്ന് കഴിഞ്ഞാൽ ഈ ഒന്നുകിൽ ആരോഗ്യ വിഷയത്തിൽ ആശങ്ക, അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടി കൂടുതൽ പ്രിക്കോഷൻസ് എടുക്കുന്ന വ്യക്തിയായിരിക്കും. അപ്പൊ ആ വ്യക്തി ജിമ്മിൽ പോകുന്നതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവന്റെ ഗ്രഹനില കറക്റ്റാണ്. രണ്ടാമത്തെ കാര്യം, അത് പാപഗ്രഹം ആണെന്നാണ് എൻ്റെ ഓർമ്മ. മാത്രമല്ല 7-ന്റെ 12 6. ജീവിത പങ്കാളിയുമായിട്ട് ചേർന്ന് പോകാൻ ആ പാപഗ്രഹമാണെങ്കിൽ ചിലപ്പം കുറെ പ്രതിസന്ധികൾ ഉണ്ടാകാം. പിന്നെ ബുധസ്ഥിതിയും കൂടെ ഞാൻ പരിശോധിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞത് 1 കൊല്ലം 3 മാസം കഴിഞ്ഞപ്പോൾ ഡൈവോഴ്സായി. ഞാൻ പറഞ്ഞ കൃത്യമായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചാൽ ഈശ്വരാധീനം കൊണ്ട് ചിലപ്പോൾ നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ളവർ ചിലപ്പോൾ അതൊന്നും കേൾക്കത്തില്ല.
ഞാൻ പറഞ്ഞു, പക്ഷെ അവർ നടത്തി. ഇതാണ് ശാസ്ത്രം. അല്ലാതെ ഒരുപാട് ഗ്രന്ഥങ്ങളും ഇതുമൊക്കെ ഉണ്ട്. ഇതൊക്കെ പഠിച്ചു വെക്കുകയോ എന്നല്ല. അനുഭവം വരുന്ന കാര്യങ്ങൾ മനസ്സിൽ തെളിയണം. അതിന് പരമേശ്വരൻ വിചാരിക്കണം. അതിനെ അറിയുന്നതാണ് ശാസ്ത്രം. അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതാണ് ശാസ്ത്രം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, അവരത് കേട്ടില്ല. അപ്പം അത് നല്ല രീതിയിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അതിൻ്റെ ഗുണം ഉണ്ടാകും. അത് നല്ല രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ അതിൻ്റെ നഷ്ടങ്ങളും ഉണ്ടാകാം. അതെല്ലാം അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരു മോശം സമയത്ത് എന്നോടൊരാൾ പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുന്ന കാര്യം ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം തുടങ്ങണ്ട, കാശ് നഷ്ടം വരും. പുള്ളി പറഞ്ഞു അതല്ല, വേറെ എവിടെയോ നോക്കി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം. എന്നോട് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം പറയാം, അത്രേ ഉള്ളൂ. പിന്നെ അവനവന് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ഇതെല്ലാം ദൈവാധീനമുണ്ട്, ഇതിലെല്ലാം മാറ്റം വരും കേട്ടോ. അങ്ങനെ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് മനസ്സിലാക്കുക. ജപം, ധ്യാനം, ദാനം, സത്പ്രവർത്തികളൊക്കെ ഇതിൽ മാറ്റം വരും. നല്ല രീതിയിൽ പോകാനും പറ്റും. പിന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അല്ലാതെ ഒരു കാര്യം അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല, സാധ്യതയാണ്. അപ്പം പുള്ളി പാർട്ണർഷിപ്പ് ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയി. 2-2.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയാണ് നഷ്ടം വന്നത് പൂട്ടി. അപ്പം എൻ്റെ ഒരു വാക്ക് കേട്ടിരുന്നെങ്കിൽ 2 ലക്ഷം രൂപയായിരുന്നു അന്ന് ലാഭിക്കായിരുന്നു. ഇതൊക്കെ ഒരു സാധ്യതകളാണ് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയും കൊണ്ടൊക്കെ മാറ്റി വരും. അപ്പം ഞാൻ പറഞ്ഞ ശാസ്ത്രത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ ഇതെല്ലാം കുറച്ച് ചെറിയ ലക്ഷക്കണക്കിന് അനുഭവങ്ങളിൽ ചിലത് മാത്രം പെട്ടെന്ന് മനസ്സിൽ വരുന്ന പൈസ. ആ ഒരു കണിയാട്ടിയെ ഓർക്കുമ്പോൾ എനിക്കിതൊക്കെ പറയാൻ സാധിച്ച ആ ഒരു കണിയാട്ടിയുടെ അവരൊരു അനുഗ്രഹമുള്ള സ്ത്രീയായിരുന്നു. അവരെ ഞാൻ ഗുരുസ്ഥാനത്ത് വന്ദിക്കുന്നു. അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. ഒരു തിരുമേനി ഒരിക്കൽ പ്രസാദം, ഞങ്ങളുടെ ഇവിടെ അടുത്ത ഒരു ധന്വന്തരിമൂർത്തി ക്ഷേത്രത്തിലെ തിരുമേനി പ്രസാദം തന്നപ്പോൾ അദ്ദേഹത്തിന് കൈ ഞാനൊന്ന് ശ്രദ്ധിച്ചപ്പം അദ്ദേഹത്തിനോട് ഒരു അടുപ്പം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, വാഹനം ഇത്ര നാളത്തേക്ക് ശ്രദ്ധിക്കണം. പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, പുള്ളി ക്ഷേത്രത്തിൽ ഒരു നല്ല രീതിയിൽ പോകുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു എന്നാലും ശ്രദ്ധിക്കണം, ദൈവാധീനമുള്ള വ്യക്തിയാണ്, കുഴപ്പമൊന്നും വരത്തില്ല. അദ്ദേഹം ബൈക്കിൽ നിന്ന് വീണ് അപകടം ഉണ്ടായി. അദ്ദേഹത്തിനെ എല്ലാവരും കാണാൻ പോയി. അദ്ദേഹം എന്നെ വിളിച്ചു. ആ സമയത്ത് ഏകദേശം അത് നടന്നു. വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല. ഇതൊക്കെ അറിയേണ്ട രീതി അറിയുകയും ചെയ്യുമ്പോഴാണ് അത് അറിവാകുന്നത്. കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിലോ കുറേ കാര്യങ്ങൾ പറയുന്നതിലോ അല്ല, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുന്നു, നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, അതാണ് ശാസ്ത്രം. അത് ഈ ശാസ്ത്രം മാത്രമല്ല, നമ്മൾ കാണുന്നതിലും കേൾക്കുന്നതിലും നിരീക്ഷിക്കുന്നതിലും എല്ലാം ശാസ്ത്രമുണ്ട്. ഒരാൾ ഇപ്പം ഫോണിൽ കൂടെ ഒരാൾ നമ്മളെ വിളിക്കുന്നു, സ്ഥിരമായിട്ട് നമ്മളെ വിളിക്കുകയാണെങ്കിൽ അയാളുടെ സംസാരത്തിൽ ഒരു ട്യൂണുണ്ട്. ചിലപ്പോൾ നീട്ടെ, കുറുക്കലെ, അല്ലെ ചില ഗ്യാപ്പ്. ആ സംസാരം ആ ട്യൂണും അല്ലെ സംസാരത്തിന്റെ ആ സംസാരിക്കുന്ന രീതിയും അതിലെല്ലാം ശാസ്ത്രമുണ്ട്. ചുറ്റും കാണുന്നതിലെല്ലാം ശാസ്ത്രമുണ്ട്, കേൾക്കുന്നതിൽ ശാസ്ത്രമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാത്തിലും ശാസ്ത്രമുണ്ട്. അതാണ് അറിവ്. അല്ലാതെ എനിക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ മാത്രമല്ല ശാസ്ത്രം, അല്ലെ ഞാൻ വിശ്വസിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല. ഈ പ്രപഞ്ചത്തിൽ എന്ത് നിലനിൽക്കുന്നോ അതെല്ലാം അതെല്ലാം നിലനിൽക്കുന്നതിന് ഒരു ശാസ്ത്രമാണ്. ഇപ്പം എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വീഡിയോയിലേക്ക് വിശദമായിട്ട് വരാം. ഞാൻ മനസ്സിൽ തോന്നിയ കുറെ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഈശ്വരൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വീഡിയോയിലേക്ക് വിശദമായിട്ട് വരാം. അപ്പോഴേ DNA അസ്ട്രോളജി അനുസരിച്ച്, ഇപ്പം DNA അസ്ട്രോളജി എന്ന് പറയുമ്പോൾ നെറ്റിലും എല്ലാം ഒരുപാടുണ്ട്, കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം, പക്ഷെ അറിയേണ്ട രീതി അറിയത്തില്ല, അതാ കുഴപ്പം. ഇപ്പം DNA അസ്ട്രോളജി തമിഴ് സിദ്ധ ജ്യോതിഷം, സിദ്ധന്മാരുമായിട്ട് കണക്ഷൻ ഉള്ളതാണ്. ശൈവ പരമ്പരയിൽ കർമാസിനെ ബേസ് ചെയ്താണ്. അതിൻ്റെ ആഴങ്ങളിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതനുസരിച്ചുള്ള ഒരു രഹസ്യ കാര്യമാണ് പറഞ്ഞു തരുന്നത്. തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച്, DNA അസ്ട്രോളജി അനുസരിച്ച് ഒരാളുടെ ജീവിതം മാറണമെന്നുണ്ടെങ്കിൽ ചൊവ്വ കർമ്മ, വ്യാഴ കർമ്മ, ഈ 2 കർമ്മയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്. ചൊവ്വ കർമ്മയ്ക്കും വ്യാഴ കർമ്മയ്ക്കും. ഒരാളുടെ ജീവിതം അടിമുടി മാറ്റാൻ, അവന്റെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ, അവന് ഇപ്പൊ എത്ര താഴ്ന്ന സാമ്പത്തികമായിട്ട് അവസ്ഥയിലാണേലും വലിയ സാമ്പത്തികത്തിലേക്ക് കൊണ്ടുവരാൻ ചൊവ്വ കർമ്മയ്ക്കും വ്യാഴ കർമ്മയ്ക്കും മനസ്സിലാക്കിയാൽ സാധിക്കും. ഈ 2 കർമ്മയെക്കുറിച്ച്, ഈ 2 കർമ്മയെ പോസിറ്റീവായിട്ട് ആക്ടിവേറ്റ് ആക്കിയാൽ, എങ്ങനെ ആക്ടിവേറ്റ് ആക്കണം? പോസിറ്റീവായിട്ട് ആക്ടിവേറ്റ് ആക്കിയാൽ ആ വ്യക്തിയുടെ ദുരിതം എന്നേക്കുമായി മാറും. ആ വ്യക്തി അടിമുടി മാറും. അതിനുള്ള എളുപ്പ വഴിയാണ് പറഞ്ഞു തരുന്നത്. ലക്ഷങ്ങൾ മുടക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയത്തില്ല, ലളിതമായ, കാരണം ഞാൻ ശിവയോഗിയാണ്. സത്യസന്ധമായ ലളിതമായ നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. അപ്പോൾ ഓരോ ശ്വാസവും ശിവനാമം ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതെങ്ങനെ പോസിറ്റീവായിട്ട് ആക്ടിവേറ്റ് ആക്കാം? മുഴുവൻ കേൾക്കണം. മറ്റോ മൂലം കേട്ടിട്ട് ചെയ്യരുത്, മുഴുവൻ കേൾക്കണം. ചൊവ്വ കർമ്മ എങ്ങനെ ആക്ടിവേറ്റ് ആക്കാം?
അതായത് ശ്രദ്ധിച്ചു കേട്ടോണം. ആദ്യം ഒരു അനുഭവം പറയാം, എന്നിട്ട് പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ, അല്ലാതെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഒരു അനുഭവം പറഞ്ഞിട്ട്, ഞാൻ കണ്ട ഒരു അനുഭവം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാവുന്ന ഒരു വ്യക്തി, അവർ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു, നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം. ആ അവസ്ഥയിൽ അവർ അടുത്തൊരു ക്ഷേത്രത്തിൽ ഒരു കുറച്ച് പണികളൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ കിണറെല്ലാം പൊളിഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ ആ കിണർ ഇവർ കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ അന്ന് പൈസ ഉണ്ടായിട്ടല്ല, കിണർ കെട്ടിക്കൊടുക്കാമെന്ന് അവർ പറഞ്ഞു. അവർ ഭഗവാനോടുള്ള ഭക്തി, വിശ്വാസം, അവർ ആ കിണർ കെട്ടിക്കൊടുത്തു അവരുടെ ഫുൾ ചെലവിൽ. അന്ന് അത് നല്ല പൈസയാകുന്ന, ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ആ കുടുംബം എന്നേക്കുമായി ഭഗവാൻ അനുഗ്രഹിച്ചു. ഇഷ്ടംപോലെ ഭൂമി, സമ്പത്ത്, ഗൾഫിൽ പോയി രക്ഷപ്പെട്ടു, വാഹനം, അത് കഴിഞ്ഞാണ് എല്ലാം സംഭവിച്ചത്, രക്ഷപ്പെട്ടത്. അതിനു മുമ്പും വിദേശത്തൊക്കെ പോയിരുന്നു, പക്ഷെ ഒരു രക്ഷയില്ലാതെ വളരെ ബുദ്ധിമുട്ടായിട്ട് ദാരിദ്ര്യത്തിലാണ് കഴിഞ്ഞത്, ഒരു മാർഗവുമില്ലായിരുന്നു. പിന്നീടുള്ള ഉയർച്ച എന്ന് പറഞ്ഞാൽ അതുപോലെ ഭഗവാനും കൊടുത്തു. അപ്പോഴേ ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ട്, ചെറുപ്പത്തിൽ ഞാൻ കണ്ട കാര്യം ഇത് പറയുന്നത്. ഇവിടെ ഈ കിണറൊക്കെ പണിയിച്ച് കൊടുത്താൽ എന്തുമാത്രം പൈസയാകും, ഇങ്ങനെ കൊടുത്താൽ ഇവർക്ക് വല്ല അനുഗ്രഹം കിട്ടുമെന്ന് ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ട്, സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നത്. പക്ഷെ പിന്നീട് ഞാൻ ഈ തമിഴ് സിദ്ധ ജ്യോതിഷത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് അതിൻ്റെ കാരണം മനസ്സിലായി. എന്താ കാരണമെന്നറിയാവോ? ചൊവ്വ കർമ്മ പോസിറ്റീവായിട്ട് ആക്ടിവേറ്റ് ആകും ക്ഷേത്ര സംബന്ധമായിട്ട്. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പുനരുദ്ധാരണം നടക്കുന്നു, നമ്മൾ അവിടുത്തെ പണിക്ക് നമ്മളാലാകുന്നത് എന്ന് വെച്ചാൽ ലക്ഷങ്ങളോ കോടികളോ കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. 100-എങ്കിൽ 100, 500-എങ്കിൽ 500, 1000-എങ്കിൽ 1000, 2000-എങ്കിൽ 2000, അവനവനെ പോലെ പറ്റുന്ന പോലെ. പൈസയുടെ തുകയുടെ വലിപ്പത്തിലല്ല, നിങ്ങളുടെ മനസ്സിലാണ്. പിന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്ന, ഇപ്പോൾ ഒരു 500 രൂപ കൊടുക്കാൻ നിവൃത്തിയുള്ളതും 10 രൂപ കൊടുത്താൽ അതൊരു നീതിയല്ല, അത് ഒരു നീതിപൂർവമായ സമർപ്പണമല്ല, അത് ഫലം കിട്ടത്തില്ല. നമ്മളുടെ കഴിവിനനുസരിച്ച് എനിക്കൊരു 100 രൂപ കൊടുക്കാൻ, അല്ലെങ്കിൽ 500 രൂപ കൊടുക്കാൻ, അല്ലെങ്കിൽ 1000 രൂപ കൊടുക്കാൻ എനിക്ക് ശേഷം ഉണ്ടെങ്കിൽ ആ രീതി ചെയ്യണം. അതാണ് നീതിപൂർവമായ സമർപ്പണം, അതിനെ ബലം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ അവിടെ നമ്മളെ തന്നെ പറ്റിക്കരുത്. അപ്പം നമുക്ക് പറ്റുന്നത്, നമുക്കർഹമായി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പുനരുദ്ധാരണം നടക്കുമ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന സംഭാവന ചെയ്യുക. അത് എങ്ങനെ ചെയ്യണമെന്നറിയോ? ആ നടക്കിയെന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം കൊടുക്കാൻ. അങ്ങനെ ചെയ്യണം. കൈയും കാലും മുഖം നനച്ചിട്ട് നടക്കിയെന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ സമർപ്പിക്കണം. അത് ചെയ്യുമ്പോൾ മനസ്സോടെ ചെയ്യരുത്. എൻ്റെ പൈസ പോയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് പൈസ കൊണ്ട് എന്തെല്ലാം ചെയ്യാമായിരുന്നു, അങ്ങനെയുള്ളവർ ചെയ്യണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. പൂർണ്ണ മനസ്സോടെ ആ ദേവന്റെ പാദത്തിൽ, അല്ലെ ദേവിയുടെ പാദത്തിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പൂർണ്ണ മനസ്സോടെ ചെയ്യുക. അങ്ങനെയുള്ളവർ ചെയ്താൽ മതി. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു സമർപ്പണം ചെയ്യുക. ചെറുതോ വലുതോ എന്നല്ല, നമ്മളെ കൊണ്ട് പറ്റുന്നത് സമർപ്പണം ചെയ്യുക. ചൊവ്വ കർമ്മ പോസിറ്റീവായിട്ട് ആക്ടിവേറ്റ് ആവും. ഞാനീ പറയുന്ന പോലെ ലോകത്തിൽ ഒരു വ്യക്തിയും ഇതുപോലെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറയുന്ന ശിവരഹസ്യങ്ങളെ, ഞാൻ പറയുന്ന കർമ്മരഹസ്യങ്ങളെ, ഞാൻ അറിഞ്ഞ ശരനൂൽ രഹസ്യങ്ങളെ, ഞാൻ അറിഞ്ഞ പ്രാണായാമ രഹസ്യങ്ങളെ, ശിവവിദ്യകളെ, ഇതൊക്കെ പരമേശ്വരൻ തന്നാണ്, ഗുരുക്കന്മാർ തന്നാണ്. ഞാൻ ആ നാദ പരമ്പരയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് എനിക്ക് ക്രിയാകുണ്ടലിലെ പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റിയത്, ആ രഹസ്യ ജ്ഞാനം കിട്ടിയത്. അങ്ങനെയുള്ള എനിക്കത് പറഞ്ഞുതരാൻ പറ്റും. എൻ്റെ കഴിവല്ല, പരമേശ്വരൻ്റെ അനുഗ്രഹം, പരമേശ്വരിയുടെ അനുഗ്രഹം, അഗത്തീശ്വരൻ്റെ അനുഗ്രഹം, മുരുകൻ്റെ അനുഗ്രഹം, സർവ്വ ഗുരുപരമ്പരയുടെ അനുഗ്രഹം, ഈശ്വരൻ്റെ അനുഗ്രഹം. എൻ്റെ കഴിവല്ല കേട്ടോ, ഞാൻ ഈ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് യാതൊരു അറിവുമില്ല. നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകാൻ വേണ്ടി ഈശ്വരൻ മനസ്സിൽ തന്ന കാര്യം നിങ്ങൾക്ക് തരുന്നേ ഉള്ളൂ, അല്ലാതെ എനിക്ക് യാതൊരു അറിവുമില്ല. അവിടെ ഈ ചൊവ്വ കർമ്മ പോസിറ്റീവായിട്ട് ആക്ടിവേറ്റ് ആവും. അല്ലാതെ എന്തൊക്കെ ചെയ്താലും ചിലപ്പോൾ അത് ആക്ടിവേറ്റ് ആകണമെന്നില്ല. പോസിറ്റീവായിട്ട് ചൊവ്വ കർമ്മ പോസിറ്റീവായിട്ട് ആക്ടിവേറ്റ് ആവും. അപ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുനരുദ്ധാരണത്തിനോ ഭൂമി വാങ്ങുവാനോ, അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടോ ഭൂമി വാങ്ങാനോ, ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനം, ഈ 2 കാര്യങ്ങൾക്ക് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ സമർപ്പണം ചെയ്താൽ ചൊവ്വയുടെ പോസിറ്റീവ് കർമ്മ ആക്ടിവേറ്റ് ആവും. അത് മതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച, നല്ല കുടുംബം, നല്ല ജീവിതം, നല്ല സന്താനങ്ങൾ,
സർവ്വ ദുരിതങ്ങളും മാറുവാനും, നിങ്ങളുടെ ഭൂമി ദോഷം മാറാനും, നിങ്ങളുടെ വാസ്തുദോഷം മാറാനും, നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്ത്, ജീവിതം മുഴുവൻ, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ലക്ഷപ്രഭുക്കളായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ഒരു നേരത്തെ ഒരു സാമ്പത്തികമായിട്ട് ഒരു നേരത്തെ ഒരു ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടിയവർ. ഇത് ഞാൻ പറയാനൊരു കാര്യം, ഇത് ഒന്ന് ചൊവ്വാകർമ്മ എന്ന് പറഞ്ഞു, 2 വ്യാഴകർമ്മ. ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വ്യാഴകർമ്മ ആക്ടിവേറ്റ് ആവും. ചൊവ്വാകർമ്മയുടെ കൂടെ വ്യാഴകർമ്മയും പോസിറ്റീവായിട്ട് ആക്ടിവേറ്റ് ആവും. ദൈവാധീനം വർദ്ധിക്കും. മാത്രമല്ല ക്ഷേത്ര പൂജാരിക്ക് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾക്ക് വേണ്ടി ഒരു പൂജ ചെയ്തു. ക്ഷേത്രത്തിലെ പൂജയുടെ കാര്യം പറയുന്നത്, അല്ലാതെ ഞാൻ പറയത്തില്ല. നമുക്ക് വേണ്ടി ഒരു പൂജ ക്ഷേത്രത്തിൽ ചെയ്തു, നമ്മളെ കൊണ്ടാകുന്ന പോലെ അവർക്ക് മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ കൊടുക്കുക. അതും വ്യാഴകർമ്മ ആക്ടിവേറ്റ് ആവും. അതുപോലെ ദേവാലയവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ സമർപ്പണം ചെയ്യുമ്പോഴും, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ദേവാലയത്തിലേക്ക് സമർപ്പണം ചെയ്യുമ്പോഴും വ്യാഴകർമ്മ ആക്ടിവേറ്റ് ആവും. അപ്പൊ ചൊവ്വകർമ്മ ആക്ടിവേറ്റ് ആകുന്നതോടൊപ്പം വ്യാഴകർമ്മ ആക്ടിവേറ്റ് ആവും. ഈ 2 കർമാസ് പോസിറ്റീവായിട്ട് ആക്ടിവേറ്റ് ആയാൽ അത് മതി ഒരു വ്യക്തിയുടെ ജീവിതം രക്ഷപ്പെടാൻ. കാരണം ചൊവ്വകർമ്മ ആക്ടിവേറ്റ് ആകുമ്പം സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച, ധനം ഇതൊക്കെ ഉണ്ടാകും. വ്യാഴകർമ്മ ആക്ടിവേറ്റ് ആകുമ്പോൾ ദൈവാധീനം ഉണ്ടാകും, സന്താനങ്ങളെ കൊണ്ട് ഗുണമുണ്ടാകും, വരുമാനം വർദ്ധിച്ചു വരും, ധനനഷ്ടം ഉണ്ടാകത്തില്ല. വ്യാഴം മോശമായിട്ട് നിൽക്കുമ്പോഴേ ഈ ധനനഷ്ടം ഉണ്ടാകുന്നത്. ഇപ്പം ഒരാളുടെ ജാതകത്തിൽ വ്യാഴത്തിന് കേന്ദ്രാധിപത്യ ദോഷം ഉണ്ടായെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാം. അങ്ങനെ ആയിരക്കണക്കിന് ജാതകങ്ങൾ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്, 10,000 ജാതകങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. വ്യാഴത്തിന് കേന്ദ്രാധിപത്യ ദോഷമുണ്ട്, ജീവിതത്തിൽ നട്ടം തിരിഞ്ഞ ആളുകളുണ്ട്. അല്ലെ പിന്നെ വ്യാഴം 12 വരിക, 12 ഉച്ച ഒന്നും അല്ലാതെ അനിഷ്ടപ്രദമായിട്ട് നൽകുക 12 വ്യാഴം. അതുപോലെ തന്നെ വ്യാഴം 6, 8, 12 വരിക. അങ്ങനെ ആ അനുകൂലമല്ലാത്ത രാശിസ്ഥിതിയും മറ്റു ശുഭഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഒന്നും അല്ലാതിരിക്കുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് വ്യാഴ കർമ്മ കൊണ്ട് തന്നെ. അപ്പൊ ഇതൊക്കെ ഈ 2 കാര്യങ്ങൾ, അപ്പം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ക്ഷേത്രഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന് ഭൂമി വാങ്ങാൻ, ഈ 2 ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മളാകുന്ന രീതിയിൽ ഉള്ള പോലെ മതി. അതില്ലാതെ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. നമ്മൾ സമർപ്പണം ചെയ്താൽ ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ സമർപ്പണം പല ക്ഷേത്രങ്ങളിലും പറ്റുന്ന പോലെ ആവർത്തിക്കണം കേട്ടോ. ചിലപ്പോൾ ഒരു തവണ ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടാകണമെന്നില്ല. കാരണം എന്താണെന്നറിയോ, നമ്മുടെ കർമ്മദോഷം ചിലപ്പം കുറച്ചേ തീരത്തുള്ളൂ. പലയിടത്ത് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ കർമ്മദോഷം ഒരുപാട് മാറുന്നത്. ചിലർക്ക് ചിലപ്പം ഒരിടത്ത് തന്നെ ചെയ്യുമ്പോൾ മാറ്റം വരും, കാരണം അവർക്ക് കുറച്ച് കർമ്മദോഷമേ കാണത്തുള്ളൂ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞു. ഇത് പറയാൻ കാര്യം, ഞാൻ ഇവിടെ തേവരനട അമ്പലത്തിലേക്ക് വേണ്ടി കൃഷ്ണന്റെ നടയിൽ ഭൂമി സംബന്ധമായിട്ട് ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് ഞാൻ എന്നാലാകുന്ന ഒരു ചെറിയ സമർപ്പണം ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഈ ഭൂമി വഴി വാങ്ങാൻ വേണ്ടി എന്നാലാകുന്ന ഒരു സമർപ്പണം ചെയ്തു. ഇതൊക്കെ മനസ്സോടെയാണ് കേട്ടോ, അല്ലാതെ ഒന്നും പ്രതീക്ഷ ചെയ്യരുത്. നമ്മൾ പൂർണ്ണ മനസ്സോടെയാണ് ചെയ്തത്. എനിക്ക് സന്തോഷമുള്ളൂ ഇപ്പോഴും എന്ത് ചെയ്യാനും. പിന്നെ അപ്പോഴൊന്നും എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നില്ല. പിന്നെ പുത്തങ്കാവിലമ്മയ്ക്ക് ഈ അടുത്ത ദിവസം കുറച്ച് നാൾ മുമ്പ് പുത്തങ്കാവിലമ്മയുടെ ഒരു പിടി മണ്ണ് എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് പുത്തങ്കാവിലമ്മയ്ക്ക് കുറച്ച് ഭൂമി വാങ്ങിയിട്ടുണ്ട്. അതിനിപ്പം ഈ നമുക്ക് പൈസ അവിടെ സമർപ്പിക്കാം, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ. അങ്ങനെ ഞാൻ ഒരു തവണ ചെയ്തു. 2ാമത്തെ തവണ പോയി ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി. എനിക്ക് കുറച്ച് ഭൂമി വാങ്ങാൻ സാധിച്ചു. കടവും ലോണും ഒക്കെ ഉണ്ടെങ്കിലും ഒരല്പം ഭൂമി വാങ്ങാൻ സാധിച്ചു. പിന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ കടവും ലോണും ഒക്കെ ഉണ്ട്, പക്ഷെ എങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. അപ്പം ഞാൻ അത്രയും ചെയ്ത ശേഷമാണ്, ആദ്യം കൃഷ്ണൻ്റെ അവിടെ ചെയ്തപ്പം വലിയ മാറ്റം വന്നില്ല, പിന്നെ കുടുംബക്ഷേത്രത്തിൽ ചെയ്തു, അപ്പോഴും വലിയ മാറ്റം വന്നില്ല. എങ്കിലും മോശമൊന്നുമില്ല, എനിക്ക് ഗുണങ്ങളുണ്ടായിരുന്നു. പുത്തങ്കാവിലമ്മയുടെ ഒരു തവണ കൊടുത്തു. 2ാമത്തെ തവണ ഞാൻ പിന്നെ എന്നാലാകുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് കൊടുത്തപ്പോഴാണ് എൻ്റെ സ്ഥല സംബന്ധമായ തടസ്സം മാറിയത്. ഒരു സ്ഥലം മേടിക്കാനും കടവും ലോണും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് എല്ലാം സാധിച്ചത് അതുകൊണ്ടാണ്. ഇന്നും എനിക്ക് വർക്ക് ഞാൻ ചെയ്യാൻ പറ്റാത്ത പോലെ ഉള്ളൂ. അതെല്ലാം ഞാൻ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട് രക്ഷപ്പെട്ടവർ. അപ്പം ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ദേവാലയങ്ങളിലെ ഭൂമിയിലെ നിർമ്മാണ പിന്നെ തൃക്കടത്താഴത്തമ്പലത്തിലും ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് പുത്തങ്കാവിലമ്മയോടെ 2ാമത്തെ തവണ ചെയ്തപ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ നല്ല രീതിയിൽ വരാൻ തുടങ്ങി. ഭൂമി വാങ്ങാൻ സാധിച്ചു. പുത്തങ്കാവിലമ്മയ്ക്ക് നന്ദി, മഹത്വം. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ
ഈ ക്ഷേത്രങ്ങളിൽ, നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ചെയ്യുക. അല്ലെ പുത്തങ്കാവിലമ്മ ഇടയ്ക്ക് വന്ന് കണ്ട് ഒരു പിടി മണ്ണ് എന്ന ഇതിലേക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ, നിങ്ങളെ ഉള്ള പോലെ അത് അമ്മയോട് പ്രാർത്ഥിച്ച് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുന്നതല്ല. ഞാൻ അങ്ങനെ ചെയ്തൊരു വെള്ളിയാഴ്ച എൻ്റെ അനുഭവം പറഞ്ഞു. നിങ്ങൾക്ക് ചെയ്യാം, ഏറ്റവും നല്ല കാര്യമാണ്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചാലും ചിലപ്പം ഒരു 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 കാര്യം നടക്കുമ്പോഴാണ് ചെയ്യേണ്ടത്. അപ്പം ഇതിൻ്റെ ഒരു സമയങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ആവശ്യകത ഇല്ല. അത് ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളിത് അറിയുന്നത് നമ്മുടെ ദൈവാധീനം കൊണ്ടാണ്. ആവശ്യമുള്ളപ്പോഴാണ്, ചെയ്യുമ്പോഴാണ് അതിന് ഗുണമുണ്ടാകുന്നത്. ഇപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇനിയും പോയി അമ്മയ്ക്ക് പുത്തങ്കാവലമ്മയ്ക്ക് ഞാൻ പൈസ കൊടുക്കുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ. 2 തവണ കൊടുത്തു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുക്കും. അമ്മയ്ക്ക് ഇച്ചിരി ഭൂമി വാങ്ങിച്ചു, അതിനുവേണ്ടി ഇപ്പം ആളുകൾ ഇങ്ങനെ വന്ന് കൊടുക്കുന്നുണ്ട്. അത് കുറേ നാൾ കാണും ഇനിയും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ഇനി അടുത്ത ഒരു തവണ കൂടെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. അപ്പം ഇത് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് അറിയേണ്ടത്. നമ്മുടെ ജീവിതം എന്നേക്കുമായി മാറും. ചൊവ്വാകർമ്മേ വ്യാഴകർമ്മേ പോസിറ്റീവായിട്ട് ആക്ടിവേറ്റ് ആകുന്നുള്ളതാണ്. അപ്പം ഇത് നമ്മളുടെ കുടുംബദോഷങ്ങൾ മാറും, ശാപദോഷങ്ങൾ മാറും, കർമ്മദോഷങ്ങൾ മാറും, നല്ല സന്താനങ്ങൾക്ക് ഉയർച്ച, വീട്ടിലെല്ലാവർക്കും ഐശ്വര്യം, കടബാധ്യതകൾ ഒഴിയും, സമ്പത്ത് വരും. അതിനുള്ള മാർഗങ്ങൾ തരും അമ്മ, അതിനുള്ള മാർഗങ്ങൾ തരും. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് കേട്ടോ, ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ആവശ്യമുള്ളവർ ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ചെയ്യണമെന്ന് ചെയ്യേണ്ടതെന്നോ അല്ല പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടമാണ്. എൻ്റെ അനുഭവം പറഞ്ഞത് ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചില വീടുകളിൽ കാണാം, അച്ഛനൊരു വഴി, അമ്മയൊരു വഴി, സന്താനങ്ങൾ ഒരു വഴി, കലഹം, വഴക്ക്, പ്രശ്നം, കടം, ദാരിദ്ര്യം. ഇതൊക്കെ ഇങ്ങനെയുള്ള ദൈവാധീനത്തിന് വേണ്ട കാര്യം ചെയ്ത് നോക്കി. അത് ചൊവ്വ കർമ്മയുടെ നെഗറ്റീവ് കർമ്മ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അല്ലെ വ്യാഴത്തിൻ്റെ ദൈവാധീനം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പൊ ചൊവ്വയുടെ പോസിറ്റീവ് കർമ്മ ചൊവ്വ ഉണ്ടല്ലോ, ഈ ഞാൻ മനസ്സിലാക്കിയത് ശനിയെക്കാട്ടിൽ അപകടകാരിയാണ്. ഈ കലഹം, വഴക്ക്, ദാരിദ്ര്യം, പിന്നെ കേസ്, ഇതിനൊക്കെ പ്രധാന ഒരു ശനിയേക്കാൾ അപകടകാരിയാണ് ചൊവ്വ. ചൊവ്വയുടെ നെഗറ്റീവ് കർമ്മയാണ് ഈ പകല കടം, ബാധ്യത, എന്ത് ചെയ്താലും തകർച്ച, ഇതൊക്കെ എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ചൊവ്വയെ പോസിറ്റീവ് കർമ്മയാക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ വിദ്യ. അതുപോലെ വ്യാഴത്തെ അനുകൂലമാക്കാൻ ഈ തിരുമേനിമാർക്ക് നമ്മൾ ഒരു മനസ്സറിഞ്ഞ് ദക്ഷിണ കൊടുത്താലും വ്യാഴകർമ്മ ആക്ടിവേറ്റ് ആകും കേട്ടോ. അത് ആർക്കും അറിയാം. ഇതൊക്കെ തമിഴ് സിദ്ധ ജ്യോതിഷ വഴിയാണ്. അത് ചിലർക്കൊക്കെ അറിയാം, പക്ഷെ ഇതെല്ലാവരും പറഞ്ഞു തരണമെന്നുമില്ല, ചിലർക്കൊട്ട് അറിയത്തുമില്ല. സന്തോഷത്തോടെ കൊടുക്കണം. അല്ലെങ്കിൽ ഒരു 100 രൂപ കൊടുക്കാൻ ശേഷിയുള്ള ഒരുത്തം കൊണ്ട് തിരുമേനിക്ക് 5 രൂപ കൊടുക്കുക, അതിൻ്റെ അകത്തൊന്നും കാര്യമില്ല. അത് എത്ര കൊടുത്താലും അങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. ഇതിനൊക്കെ ഒരു വഴിയുണ്ട്. നമ്മളുടെ ശക്തിക്കൊത്ത് അതാണ് സമർപ്പണം എന്ന് പറയുന്നത്. ആ ശക്തിക്കൊത്തതായിരിക്കണം. അവിടെ നമ്മളെ തന്നെ കബളിപ്പിക്കാൻ പാടില്ല. നമുക്ക് ശക്തിക്കൊത്ത് ചെയ്യുക, സമർപ്പണങ്ങൾ ചെയ്യുക. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമാണ്. പിന്നെ നിങ്ങൾക്കറിയാം, പുത്തങ്കാവൽ അമ്പലം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്പലത്തിൻ്റെ എൻ്റെ ഓഫീസിൻ്റെ തൊട്ട് അടുത്ത് 2ാമത്തെ ജംഗ്ഷനാണ്. എൻ്റെ ഓഫീസ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മാറി നാലുകോടിയിലാണ്. ആ നാലുകോടിയിൽ നിന്ന് ഒരു 2 ജംഗ്ഷൻ കഴിയുമ്പോൾ പുത്തങ്കാവൽ അമ്പലമായി. പുത്തങ്കാവ് ഒരുപാടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഇത് പായിപ്പാട് പുത്തങ്കാവ് ഭഗവതി ടെമ്പിളിൽ നിന്ന് നെറ്റിലോ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാലും നമ്പറൊക്കെ കിട്ടും. ഇപ്പം എല്ലാവർക്കും അറിയാം, ഇപ്പം ലോകം മുഴുവൻ ആളുകൾക്ക് അറിയാം. കാരണം അമ്മയെ കുറിച്ച് എനിക്ക് അമ്മയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങൾക്ക് കണക്കില്ല. ഞാൻ അമ്മയുടെ പാദങ്ങളിൽ എപ്പോഴും സമർപ്പിച്ചിരിക്കുന്ന എല്ലാം. ഞാൻ അവധൂതനെ കാണാൻ പോകുന്നതിന് മുമ്പും അമ്മയെ വന്ന് വണങ്ങിയിരുന്നു. എല്ലാ വഴികളും അമ്മയാണ്. എനിക്കെല്ലാ വഴികളും തുറന്നു തന്ന അമ്മയാണ്. എല്ലാം അമ്മയാണ്. എല്ലാം ഞാൻ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ അമ്മ ഞാൻ പറഞ്ഞ അറുനാഴി പായസം ചെയ്ത് എത്രയോ ആളുകൾ സ്ഥലം വിറ്റവരെ, വാങ്ങിയവരെ, പന്തിരുനാഴി പായസം ചെയ്ത് കേസ് വിജയിച്ചവരെ, ഷിപ്പിൽ ജോലി കിട്ടിയവരെ, അമേരിക്കയിലൊക്കെ ജോലിക്ക് പോയവരെ, പലവിധ പിന്നെ ബാങ്കിൽ ജോലി കിട്ടിയവരെ, വലിയ സാമ്പത്തികം ഉണ്ടായവരെ, ബസ് മേടിച്ചവരെ, ഒരു ബസ്സിൽ നിന്നുള്ള 2 ബസ്സായവരെ, വലിയ വലിയ സമ്പന്നരായ എത്രയോ ആളുകൾ. അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. എനിക്ക് സംസാരിക്കാനുള്ള കഴിവ് പോലും അതുവരെ അമ്മയാണ്.
ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ ആദരിച്ച വേദിയിൽ നിന്ന് ഞാൻ സംസാരിച്ച മുഴുവൻ എന്താന്ന് അമ്മയുടെ അനുഗ്രഹമാണ്. വാക്കുകൾ നിർഗളം ഇങ്ങനെ എൻ്റെ വായിൽ നിന്ന് വരികയായിരുന്നു. ഞാൻ അമ്മ ഞാൻ എന്നിലൂടെ പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ അമ്മയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. ഇപ്പം എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അമ്മയോടുള്ള എൻ്റെ ആ ഒരു സമർപ്പണമാണ്, ഭക്തിയാണ്, ആദരവാണ് പറയുന്നത്. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അതുപോലെ മദ്യപാന ലഹരിയൊക്കെ ആയിട്ട് എത്രയോ ആളുകൾ പുത്തങ്കാവിലമ്മയ്ക്ക് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് മാറ്റം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ചൊവ്വാഴ്ച 100 രൂപയുടെ ഗുരുതി നിവേദ്യം, പിന്നെ തിരുമേനിക്ക് 100 രൂപയും കൊടുക്കുക. അത് നേരിട്ട് പറ്റാത്തവർ ക്ഷേത്രത്തിൽ വിളിച്ച് ചെയ്താലും നല്ലതാണ്. പറ്റുന്നവർ നേരിട്ട് വന്ന് ചെയ്യുക, അമ്മയോട് നന്ദി പറയുക. എത്രയോ ആളുകളുടെ ജീവിതം മാറിയിരിക്കുന്നു.